നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മകേരാണ്, തിരുവാതിരയുടെ മകേരാണ്. അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് വ്രതം നോൽക്കുന്ന ദിവസമാണ്. നാളെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് വ്രതം നോൽക്കുന്ന ദിവസം. ഇന്ന് അമ്മമാർ മാത്രം നോൽക്കുന്ന വ്രതമാണ്. തിരുവാതിരയാണെങ്കിൽ എല്ലാ സ്ത്രീകളും വയസ്സായവരും കുട്ടികളും ഒക്കെ നോൽക്കും. ഇന്നത്തെ വ്രതം അമ്മമാർ മാത്രം മക്കൾക്ക് വേണ്ടിയിട്ട്. എട്ടങ്ങാടി നിവേദിക്കൽ ഇന്നലെ രാത്രിയായിരുന്നു. ഇന്ന് രാത്രിയിലേക്ക് മകേരം ഇല്ല. ഇന്ന് രാത്രി തിരുവാതിരയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു മകേരം ഉണ്ടായിരുന്നത്. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിക്കും എട്ടങ്ങാടി നിവേദിച്ചത് ഇന്നലെയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തിരുവാതിര ആരംഭിക്കും. അത് കഴിഞ്ഞാൽ തിരുവാതിരയുടെ ആഘോഷങ്ങളാണ്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഒത്തുകൂടും. ഇന്നിപ്പോൾ വൈകുന്നേരം മകേരില്ലാത്ത കാരണം കൊണ്ട് ഇന്ന് എട്ടങ്ങാടി നിവേദിക്കണ്ട. നേരെ പോയിട്ട് നമ്മൾക്ക് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളിച്ച് 12 മണി വരെ കളിക്കും. അത് കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് പൂവെടുക്കാൻ പോവും. പാതിരാപ്പൂ ചൂടണ്ടേ. പൂവെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. പൂ പറിക്കാൻ പോണ പാട്ട്, പിന്നെ വഞ്ചിപ്പാട്ട് എല്ലാം പാടി നമ്മൾ ഗുരുവായൂരപ്പൻ്റെ പാട്ട് എല്ലാം പാടി നമ്മളിവിടെ എത്തി. ശിവനെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കളത്തിൽ, അണിഞ്ഞ കളത്തിൽ അഷ്ടമംഗല്യവും വിളക്കുകളും നിറയും എല്ലാം കൊണ്ടുവച്ച് പുഷ്പമൊക്കെ കൊണ്ടുവച്ച് ആദ്യം തന്നെ പൂത്തിരുവാതിരയുള്ള ആൾ തന്നെ ഭഗവാന് പുഷ്പമൊക്കെ അർപ്പിച്ചിട്ട് എങ്ങനെ ദശപുഷ്പങ്ങളാണ് ഇതിനു വേണ്ടി ഒരുക്കുക. പിന്നെ കൂടാതെ ചുമന്ന പൂവുണ്ട്, കൊടുവേലിയുടെ പൂവാണ്. നാളെ അതിൻ്റെ പേര് പറയില്ല കേട്ടോ, പാതിരാപ്പൂവെന്നേ പറയുള്ളൂ. ആ പാതിരാപ്പൂവും കൊണ്ടുവയ്ക്കണം. പിന്നെ കുറച്ച് എരിക്കിൻ്റെ പൂവ്, ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് എരിക്കിൻ്റെ പൂവ്. എരിക്കിൻ്റെ പൂവും വയ്ക്കും. അതുപോലെ എരിക്കിൻ്റെ ഇലയും കുറച്ച് കൊണ്ടുവയ്ക്കും കേട്ടോ. പിന്നെ കുറച്ച് കൊന്നയുടെ ഇലയും കൊണ്ടുവയ്ക്കും. അപ്പോൾ എരിക്കിൻ്റെ ഇലയിൽ ദശപുഷ്പങ്ങളും പാതിരാപ്പൂവും എരിക്കിൻ്റെ പൂവൊക്കെ വെച്ച് കൊന്നയുടെ ഇല കൊണ്ട് അടച്ചിട്ടാണ് അതിങ്ങനെ കൊണ്ടുവരിക. എല്ലാതും എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നേരെ ശിവനത് അർച്ചിക്കും. അതിനുശേഷം അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ തലയിൽ വയ്ക്കും. അങ്ങനെ ഓരോരുത്തരും അതുപോലെ പൂ ചൂടി നമസ്കരിക്കും. അതിനുശേഷം പിന്നെ കളിക്കും. 2-3 പാട്ടൊക്കെ പാടി കളിക്കും. കളിച്ചതിന് ശേഷം മംഗല ആതിര നിർബന്ധമായിട്ടും കളിക്കണം എന്നുണ്ട്. മംഗല ആതിര നൽപുരാണം എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതൊരു പുരാണ കഥയാണ്. പണ്ട് ഒരു ബ്രാഹ്മണ കന്യക ജനിച്ചിട്ട് അവൾ വലുതായി വരികയാണ്. വലുതായി വരുമ്പോൾ അവളെന്നും പാർവതീ ദേവിയെ പൂജിച്ച് പ്രാർത്ഥിക്കും. നല്ല ഭർത്താവിനെ കിട്ടാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നല്ല ഭർത്താവ് എന്ന് വെച്ചാൽ നല്ല ആയുസ്സും ആരോഗ്യവും നല്ല സ്വഭാവവും ഒക്കെയുള്ള സ്നേഹമൊക്കെയുള്ള നല്ല ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പാർവതീ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നല്ലൊരു ഭർത്താവിനെ അവൾക്ക് കിട്ടുകയാണ്. അതേ ദിവസം തന്നെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ ആ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോവാണ്. മരിച്ചു പോയപ്പോൾ ഇവൾക്ക് ആകെ വിഷമം. ഒരു ദിവസം പോലും നമ്മൾ നെടുമംഗലത്തിനാണ് പ്രാർത്ഥിക്കണതൊക്കെ, എന്നിട്ട് ഒരു ദിവസം പോലും അവൾക്ക് ഭർത്താവിനോടൊത്ത് കഴിയാൻ സാധിച്ചില്ലല്ലോ. അവൾ ആകെ കരയും. അവൾ കരഞ്ഞ് ബഹളാവും. പാർവതീ ദേവി എത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയല്ലേ വന്നത്. ഈ പെൺകുട്ടി ഇങ്ങനെ കരയുന്നത് ആർത്തു അലച്ച് കരയണ കേട്ടു പാർവതി സുഖമായിട്ട് ശിവൻ്റെ അടുത്ത് ഇങ്ങനെ സുഖമായിട്ട് കഴിയാണല്ലോ കൈലാസത്തിൽ. പാർവതി നോക്കും, ആരാ ഭൂമിയിൽ അവിടെ കരയണത്, എന്നെ വിളിച്ചിട്ടാണല്ലോ കരയണത് എന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടിയാണ്. ഇന്നലെ വരെ എന്നെ പ്രാർത്ഥിച്ച് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ അനുഗ്രഹം കൊണ്ട് വിവാഹം കഴിച്ച ഈ പെൺകുട്ടി എന്തിനാ കരയണം നോക്കിയപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ്. ഒരു ദിവസം പോലും ഒരുമിച്ച് താമസിക്കാൻ സാധിച്ചില്ല. ഇത് കണ്ടപ്പോൾ പാർവതിക്ക് ആകെ സങ്കടമാവും. ഇത്രയും എന്നെ പ്രാർത്ഥിച്ചിട്ട് ആ കുട്ടിക്ക് അവളുടെ ഭർത്താവിൻ്റെ കൂടെ ഒരു ദിവസം പോലും താമസിക്കാൻ സാധിച്ചില്ലല്ലോ. പെട്ടെന്ന് പാർവതി ശിവനോട് പറയും, അങ്ങ് കാലാരിയല്ലേ, അങ്ങ് കാലൻ്റെ അരിയല്ലേ, ശത്രുവല്ലേ, അങ്ങ് ഉടനെ തന്നെ അവിടുന്ന് ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു അത്രേ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും അങ്ങയുടെ കൂടെ ജീവിക്കില്ല. ആ പെൺകുട്ടി വൈധവ്യം വന്നാൽ എന്താ ചെയ്യുക, അവൾ ഈറനാണ് ധരിക്കുക. അവളിങ്ങനെ മുണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് ആ ഈറനോട് ധരിക്കുക. അവളിങ്ങനെ അഴിഞ്ഞ മുടി ഒരിക്കലും കെട്ടില്ല. അവളൊരിക്കലും പൊട്ട് തൊടില്ല. ഇതൊന്നും അവൾ ചെയ്തില്ലെങ്കിൽ ഇതൊന്നും ഞാനും ചെയ്യില്ല. അവളുടെ ഭർത്താവിനെ ജീവിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇനി അങ്ങയുടെ ശരീരത്തിൽ തൊടുക പോലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ശിവനോട് സങ്കടമായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ പാർവതി ഇങ്ങനെ പറയുമ്പോൾ ശിവന് വിഷമാവും. ശിവൻ നോക്കും, യമപുരത്തിലേക്ക് അങ്ങോട്ട് നോക്കും.
യമദേവനെ ആ മൂന്നാം തൃക്കണ്ണിൽ ദഹിപ്പിക്കുമാറ് അങ്ങനെ നോക്കുമ്പോൾ യമൻ പെട്ടെന്ന് പേടിച്ച് മാപ്പപേക്ഷിക്കും. അപ്പോൾ പറയും ഉടനെ തന്നെ ഇവളുടെ ഭർത്താവിൻ്റെ ജീവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് അത്ര കൊണ്ടുവരുന്നത്. എരിക്കിൻ്റെ ഇലയിൽ ആ ജീവനെ വെച്ച് ഒരു കൊന്നയില കൊണ്ട് ഇങ്ങനെ അടച്ചിട്ട് നേരെ ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ അയാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ എണീറ്റു എന്നാണ് പറയണത്. അങ്ങനെ ആ കുട്ടിക്ക് വീണ്ടും ഭർത്താവിനോട് കൂടി താമസിക്കാനും ഒരുപാട് കാലത്തെ ദീർഘായുസ്സോട് കൂടിയിട്ട് ദീർഘസുമംഗലിയായിട്ട് അവർക്ക് ജീവിക്കാനും ഒരുപാട് മക്കളെ പ്രസവിച്ച് അവരെ വളർത്താനും ഒക്കെ യോഗം കിട്ടിയെന്നാണ് കഥ. മംഗല ആദീര നൽപുരാണം എങ്കിലോ കേട്ടാലും മാലോകര് എന്നുള്ള ആ കവിത നമുക്കൊന്ന് കേൾക്കാട്ടോ. ഇന്ന് രാത്രി നമ്മളെല്ലാവരും ഉറക്കമൊഴിച്ച് പാട്ടുപാടി നാമങ്ങൾ ചൊല്ലി പാതിരാപ്പൂ ചൂടി സ്വയംവരം തുടങ്ങിയിട്ടുള്ള എല്ലാ പാട്ടുകളും പാടി വീണ്ടും കളിച്ച് മംഗല ആതിരയും പാടി മംഗളവും പാടി ഇത് അവസാനിപ്പിച്ചിട്ട് നേരെ കുളത്തിൽ പോയി കുളിക്കും. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് രാവിലെ ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദമൊക്കെ കഴിച്ച് പിന്നെയാണ് നോയമ്പ് നോൽക്കുക. തിരുവാതിര നോയമ്പാണ്. തിരുവാതിര നോയമ്പിനറിയാമല്ലോ, പാർവതി തിരുവാതിര നോറ്റത് എങ്ങനെയാണെന്നറിയില്ലോ. പയർവർഗ്ഗങ്ങളിൽ എന്തെങ്കിലും പയറാവാം മുതിരയാവാം, പിന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ ചെറുകിഴങ്ങ്, പിന്നെ കായ, മത്തങ്ങ, അങ്ങനെ പറഞ്ഞ ഒരുപാട് കഷ്ണങ്ങളുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് വേവിച്ച് അതിൽ നാളികേരവും ജീരകവും കൂടി അരച്ചൊഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില കോരിട്ട് ആ സ്വാദിഷ്ടമായ പുഴുക്കാണ് നാളത്തെ ഭക്ഷണം. അതുമാത്രം കഴിച്ചാലും നമുക്ക് വയറ് നിറയുകയും ചെയ്യും, എനർജി ഉണ്ടാവുകയും ചെയ്യും. ഇനി അത് പോരാന്ന് ഉള്ള ആൾക്കാർക്ക് ഇത്തിരി ഗോതമ്പ് കഞ്ഞിയോ ചാമക്കഞ്ഞിയോ ഒക്കെ കഴിക്കാം. അങ്ങനെ തിരുവാതിര നോൻപും നോൽക്കാം. മംഗല ആദീര നൽപുരാണം എങ്കിലോ കേട്ടാലും മാലോകരേ പണ്ടൊരു ത്രേതായുഗത്തിങ്കല് ഉത്തമനായോരു വൈദികന് ബ്രാഹ്മണ കന്യകയും ജനിച്ചു. അക്കന്യാകാലേ ചെറുപ്പത്തില് അഷ്ടമി എന്നൊരു നോമ്പറിക, ആതിര എന്നൊരു നോമ്പറിക. പൂരം കുളിച്ചവൾ നോറ്റിരുന്നു, ബുദ്ധി തെളിഞ്ഞുള്ള പൂജ ചെയ്തു. നോൽക്കും, ജപിക്കും, നമസ്കരിക്കും. പാർവതി വാഴ്ക വാഴ്കെന്നു ചൊല്ലി, മലർമങ്ക വാഴ്ക വാഴ്കെന്നു ചൊല്ലി. കൊങ്ക കീളർത്തു വരുന്ന കാലം ഉത്തമനായോരു വൈദികനും വന്നിട്ടു കർമ്മ വിവാഹം ചെയ്തു. കുടികൂളി കല്യാണം കഴിയും മുമ്പേ ഈശൽ കൂടാതെ വന്നന്തകനും വൈദികൻ തന്നെയും കൊണ്ടുപോയി. കഷ്ടമേയെന്നു മുറ തുടങ്ങി, കഷ്ടമേ എന്നു മാലോകർ ചൊല്ലി. ശ്രീ കൈലാസത്തിൽ പടമുഴങ്ങി, മാമല മംഗമനം തെളിഞ്ഞു. പൂമുടി മാലകൾ ചൂടുന്നേരം കന്യാകരഞ്ഞുള്ളൊരൊച്ച കേട്ടു. കയ്യിലെ മാലയും താനെറിഞ്ഞു,
നെഞ്ചിടമെല്ലാം നിറം പകർന്നു നീലകണ്ഠൻ തേരുകാൽക്കൽ ചെന്നു പാർവതീ ദേവി അരുളി ചെയ്തു എന്നുടെ ചങ്ങാതിയായവളെ ഇന്നലെ കർമ്മവിവാഹം ചെയ്തു ഇന്നവൾ താലി നിലത്തിടുകിൽ ഞാനുമെൻ താലി നിലത്തിടുമേ ഇന്നവൾ കൂന്തൽ നിലത്തിടുകിൽ ഞാനുമെൻ കൂന്തൽ നിലത്തിടുമേ ഇന്നവൾ ശുദ്ധം കിടക്കുമെങ്കിൽ ഞാനുമെൻ ശുദ്ധം കിടക്കുമല്ലോ ഇന്നവൾ ഈറൻ നനച്ചുടുക്കിൽ ഞാനുമെൻ ഈറൻ നനച്ചുടുക്കും ഇന്നവൾ ഓലത്തടുക്കിലെങ്കിൽ ഞാനുമെൻ ഓലത്തടുക്കിലാണേ ഇന്നവൾ കണവനിണ പിരികിൽ ഞാനും തീരുമേനി തീണ്ടുകില്ല നീലകണ്ഠൻ തേരുപാദത്താണേ എന്നും തീരുമേനി തീണ്ടുകില്ല കഷ്ടമേ എന്നപ്പോൾ ശങ്കരനും കർമ്മപ്പീഴ വന്നാലാവതില്ല അഷ്ടമി ആതിര നോറ്റിട്ടില്ല ഈ ലോകത്തല്ലേതു വേണ്ടുന്നത് കാലപൂരത്തേക്ക് നോക്കി നാഥൻ കാലനുമുള്ളിൽ ഭയം തുടങ്ങി കാലപൂരത്തൊന്നെഴുന്നരുളി ധർമ്മരാജാവു ഭയപ്പെട്ടിട്ട് കൊണ്ടാടിക്കൊണ്ട മലരമ്പനെ ചുട്ടുപോരിച്ചതുമോർത്തു കാലൻ ഭക്തനായുള്ളൊരു മാണി തന്നെ രക്ഷിച്ചു കൊണ്ടതുമോർത്തു കാലൻ വൈദികൻ തന്നുയിർ കാഴ്ച വച്ചു എരുക്കില തന്നീലങ്ങേറ്റു നാഥൻ കൊന്നയിലയിലും കാഴ്ച വച്ചു മാറത്ത മൃദു തളിച്ചരുളി ഉത്തമ വൈദികൻ പുസ്തകവും വിദ്യയും ബുദ്ധിയും പൂർണ്ണമായി നിദ്രയൂണർന്നെഴുന്നേറ്റ പോലെ വൈദികൻ താനെഴുന്നേറ്റിരുന്നു മംഗല്യഹാനി നിനക്കില്ലെന്നും മംഗല്യ ആതിര നോറ്റുകൊള്ളുക ശ്രീകൈലാസത്തിലിരുന്നരുളി മാമല മങ്കയോടരുളി ചെയ്തു മാമല മങ്കയും തോഴിമാരും കന്യാഗൃഹത്തിലെഴുന്നള്ളിയിട്ട് മയങ്ങിക്കിടക്കും മലർക്കന്യയെ വാരിയെടുത്തു മടിയിൽ വച്ചു വെള്ളം തളിച്ചു മുഖം തുടച്ചു മാറത്തുമൊക്കെ തളിച്ചു വെള്ളം നിദ്രയുറങ്ങിയുണർന്ന പോലെ ബുദ്ധിയും ശക്തിയും പൂർണ്ണമായി
മംഗലസൂത്രമണിയിപ്പിച്ചു. മംഗല്യബാധ നിനക്കില്ലെന്നും മക്കൾ പലരെ നീ പെറ്റുകൊള്ളുക. കന്യയ്ക്ക് വേണ്ട വരം കൊടുത്തു. ചങ്ങാതി കണവനെ ഉണ്ടാക്കി ഞാൻ, നീ ചെന്നു കാൺകെന്നരുളി ചെയ്തു. മാമലമങ്കയും തോഴിമാരും ശ്രീകൈലാസത്തേക്കെഴുന്നള്ളിയിട്ട് ശ്രീകൈലാസത്തിൽ സുഖിച്ചു മാണു. കന്യയും കന്യയുടെ കണവൻ താനും കന്യാഗൃഹത്തിൽ സുഖിച്ചിരുന്നു. മംഗല ആതിര പാടുന്നോർക്കും ഇപ്പാട്ടു കേൾക്കുന്ന മംഗമാർക്കും അർത്ഥവും പുത്രരും ബന്ധുക്കളും ഭർത്താവുമായി സുഖിച്ചിരിക്കാം.